നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് മംഗളൂരു ദേശീയപാതയിൽ കുമ്പള ശിറിയാമുട്ടത്ത് കാറുകൾ കൂട്ടിയിടിച്ച് സ്ത്രീ മരിച്ചു. 4 പേർക്ക് പരിക്ക്. കാസർഗോഡ് ആദൂർ മഞ്ചക്കലിൽ കാറിൽ കടത്തുകയായിരുന്ന 100 ഗ്രാം MDMA-യുമായി 2 സ്ത്രീകൾ ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. പിടികൂടിയത് 6 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന്. വ്യാപാരി വ്യവസായി സമിതിയുടെ വ്യാപാര സംരക്ഷണ സന്ദേശജാഥ കാസർഗോഡ് നിന്നും തുടങ്ങി. സംസ്ഥാന പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. ബദിയടുക്കയിൽ കഞ്ചാവ് വിൽപ്പന നടത്തുകയായിരുന്ന 2 യുവാക്കൾ അറസ്റ്റിൽ. പോലീസ് പെട്രോളിംഗിനിടെയാണ് യുവാക്കൾ പിടിയിലായത്. മഞ്ചേശ്വരം തുമിനാട്ടിൽ മേൽപ്പാലം നിർമ്മിച്ചിട്ടും യാത്രക്കാർ പഴയ വഴിയിലൂടെ റോഡ് മുറിച്ചു കടക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. നടപടി വേണമെന്ന ആവശ്യം ശക്തം. KV പത്മനാഭൻ ഗുരുക്കൾക്ക് V കുഞ്ഞിരാമൻ വൈദ്യർ സ്മാരക നാടൻ കലാ പുരസ്കാരം 25-ന് സമർപ്പിക്കും. MV നികേഷ് കുമാർ പുരസ്കാരദാനം നടത്തും. വാർത്തകൾ വിശദമായി. കാസർഗോഡ് മംഗളൂരു ദേശീയപാതയിൽ കുമ്പള ശിറിയാമുട്ടത്ത് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് സ്ത്രീ മരിച്ചു. 4 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. കാസർഗോഡ് മംഗളൂരു ദേശീയപാതയിൽ കുമ്പള ശിറിയാമുട്ടത്ത് കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. കാഞ്ഞങ്ങാട് സ്വദേശിനി നഫീസിയാണ് മരിച്ചത്. ഉച്ചയോടെയുണ്ടായ അപകടത്തിൽ 2 കാറുകളിലുമുണ്ടായ 6 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ നഫീസിയുടെയും മറ്റൊരു സ്ത്രീയുടെയും നില ഗുരുതരമായിരുന്നു. ഇവരെ ഉടൻ തന്നെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും നഫീസ മരണപ്പെടുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട 2ാമത്തെ കാറിലുണ്ടായിരുന്ന 4 പേർ ബന്ദിയോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ആദൂർ മഞ്ചക്കലിൽ കാറിൽ കടത്തുകയായിരുന്ന 100 ഗ്രാം MDMA-യുമായി 2 സ്ത്രീകൾ ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. ഏകദേശം 6 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന MDMA-യാണ് പിടികൂടിയത്. വിൽപ്പന നടത്തുന്നതിനായി ബംഗളൂരുവിൽ നിന്നുമാണ് മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവന്നതെന്നാണ് പ്രാഥമിക സൂചന. ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുഹമ്മദ് സഹദ്, വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ PM ഷാനവാസ്, ഭാര്യ ഷെരീഫ, മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ PM ഷുഹൈബ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മയക്കുമരുന്ന് കടത്തിന് മറയിടാൻ ഇവർ ഒരു കുട്ടിയെയും കാറിൽ കയറ്റിയിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇത് കുടുംബമാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള തന്ത്രമായിരുന്നെന്നാണ് സംശയിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്നാണ് മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവന്നതെന്നാണ് പ്രാഥമിക സൂചന. ജില്ലാ പോലീസ് മേധാവി D ശില്പയുടെ നിർദ്ദേശപ്രകാരം ബേക്കൽ DYSP VV മനോജിന്റെ മേൽനോട്ടത്തിൽ രാവിലെ 8 മണിയോടെ ആദൂർ SI വിനോദിന്റെ നേതൃത്വത്തിലായിരുന്നു മയക്കുമരുന്ന് വേട്ട നടന്നത്. പിടിയിലായവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാര സംരക്ഷണ സന്ദേശജാഥ കാസർഗോഡ് നിന്നും തുടക്കമായി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ജാഥ ക്യാപ്റ്റൻ സംസ്ഥാന സെക്രട്ടറി ES ബിജുവിന് പതാക കൈമാറി. സംസ്ഥാന പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ ജാഥ ഉദ്ഘാടനം ചെയ്തു. യാത്ര 25-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ചെറുകിട വ്യാപാര വ്യവസായ മേഖല അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ സർക്കാർ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സെക്രട്ടറി ES ബിജു നയിക്കുന്ന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ കാസർഗോഡ് നിന്നും പ്രയാണം തുടങ്ങി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ജാഥ ക്യാപ്റ്റൻ ES ബിജുവിന് പതാക കൈമാറി സംസ്ഥാന പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ ജാഥ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായ സമിതി സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, വ്യാപാരി വ്യവസായ സമിതി സിന്ദാബാദ്. വ്യാപാരികളെന്ന് പറയുമ്പോൾ ചിലരൊക്കെ കണ്ണിന് മുമ്പിൽ അത് വലിയ വ്യാപാരികളാണ്. വലിയ ടാക്സ് കൊടുക്കുന്നവൻ, ഇൻകം ടാക്സ് കൊടുക്കുന്നവൻ, കയറ്റുമതിയുള്ളവൻ, ഇറക്കുമതിയുള്ളവൻ. ഇവിടെ അതല്ലല്ലോ. മഹാഭൂരിപക്ഷം ജീവിക്കാൻ വേണ്ടി മറ്റു തൊഴിലുകൾ സംഘടിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് തൊഴിലിന് വേണ്ടി വ്യാപാരം ചെയ്യുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വ്യാപാരികളുണ്ട്. ആ വ്യാപാരികളുടെ സംരക്ഷണം നമ്മൾ ആവശ്യപ്പെടുന്നത്. ആ വ്യാപാരികൾക്ക് സംരക്ഷണം കിട്ടണമെങ്കിൽ ഗവൺമെന്റ് അതിലൊരു നിലപാട് സ്വീകരിച്ചെങ്കിലേ പറ്റൂ. ആ നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സമരവുമായിട്ട് നമ്മൾ പുറപ്പെട്ടിട്ടുള്ളത്. സംഘാടക സമിതി ചെയർമാൻ PV കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു.
ജാഥ വൈസ് ക്യാപ്റ്റൻ വി ഗോപിനാഥ്, മാനേജർ എസ് ദിനേശ്, ജാഥാംഗങ്ങളായ KM ലെനിൻ, വി പാപ്പച്ചൻ, MP അബ്ദുൽ ഗഫൂർ, മിൽട്ടൺ ജെ തലക്കോട്ടൂർ, R രാധാകൃഷ്ണൻ, സീനത്ത് ഇസ്മായിൽ, നേതാക്കളായ K പ്രകാശൻ, ഉദയകുമാർ, ജില്ലാ സെക്രട്ടറി ശോഭ ബാലൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി സുഗുണൻ, കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് K വിജയൻ, CPIM കാസർഗോഡ് ഏരിയ സെക്രട്ടറി TMA കരീം എന്നിവർ സംസാരിച്ചു. ആദ്യ ദിവസം ഉദുമ, കാഞ്ഞങ്ങാട്, നീലേശ്വരം, ചെറുവത്തൂർ, പയ്യന്നൂർ, പിലാത്തറ എന്നിവിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി ജാഥ തളിപ്പറമ്പിൽ സമാപിക്കും. വിവിധ ജില്ലകളിലെ പര്യടനത്തിനു ശേഷം യാത്ര 25-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബദിയടുക്കയിൽ കഞ്ചാവ് വിൽപ്പന നടത്തുകയായിരുന്ന 2 യുവാക്കൾ അറസ്റ്റിൽ. ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അഹമ്മദ്, സാൻഫർ, ജംഷീർ എന്നിവരാണ് അറസ്റ്റിലായത്. ബദിയടുക്ക SI K നിഖിലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പെട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് ഇവരെ പിടികൂടിയത്. ബദിയടുക്കയിലെ കന്യപ്പാടിയിൽ പെട്രോളിംഗ് നടത്തുന്നതിനിടെ സംശയാസ്പദമായ രീതിയിൽ ഒരു പൊതി കൈമാറുന്നത് കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അഹമ്മദ് സാൻഫറിനെ പോലീസ് പിടികൂടിയത്. സാൻഫറിൻ്റെ ഷർട്ടിൻ്റെ കീശയിൽ നിന്നും 25 ഗ്രാം കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. സംഭവസ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെട്ട ജംഷീറിനെ പിന്നീട് 13 ഗ്രാം കഞ്ചാവുമായും പോലീസ് പിടികൂടി. അറസ്റ്റിലായ ഇരുവരും പ്രദേശത്തെ കഞ്ചാവ് വിതരണ സംഘത്തിലെ പ്രധാന കണ്ണികളാണെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം തുമിനാട്ടിൽ മേൽപ്പാലം നിർമ്മിച്ചിട്ടും റോഡ് മുറിച്ചു കടക്കുവാൻ നേരത്തെ യാത്രക്കാർക്കായി ഒരുക്കിയ വഴി അടക്കാത്തത് അപകടങ്ങൾക്ക് കാരണമാകുന്നു. വാഹനങ്ങൾ അമിത വേഗതയിൽ പോകുമ്പോൾ ഇതുവഴി അപ്രതീക്ഷിതമായി കാൽനട യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കുന്നതാണ് അപകടത്തിലേക്ക് നയിക്കുന്നത്. ഏറെ മുറവിളികൾക്കൊടുവിലാണ് യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കടക്കുന്നതിനായി മഞ്ചേശ്വരം തുമിനാട്ടിൽ മേൽപ്പാലം നിർമ്മിച്ചത്. പലരും പാലത്തെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും ചില യാത്രക്കാർ ഇപ്പോഴും റോഡ് മുറിച്ച് കടക്കുവാൻ നേരത്തെ ഒരുക്കിയ വഴിയാണ് ഉപയോഗിക്കുന്നത്. ഈ വഴി അടയ്ക്കാത്തതാണ് യാത്രക്കാർ റോഡ് മുറിച്ച് കടക്കുവാൻ കാരണം. വാഹനങ്ങൾ അമിത വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി കാൽനടയാത്രക്കാർ റോഡ് മുറിച്ച് കടക്കുമ്പോൾ ഡ്രൈവർമാരുടെ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോഴാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ദിവസവും ജോലിസ്ഥലത്തേക്ക് പോകുന്നവരും സ്കൂൾ വിദ്യാർത്ഥികളും ഇപ്പോഴും അനധികൃത വഴിയിലൂടെയാണ് റോഡ് മുറിച്ച് കടക്കുന്നത്. ആറൂരിപ്പാതയിലെ ക്രോസിംഗ് ഉടനടി അടയ്ക്കണമെന്നും ഇല്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് തന്നെ ഇത് കാരണമാകുമെന്നും നാട്ടുകാർ പറയുന്നു. പുതുതായി നിർമ്മിച്ച ഫ്ലൈ ഓവറിന്റെ ഇരുവശത്തും തടയണ വേലികൾ സ്ഥാപിക്കുമ്പോൾ അവയ്ക്കിടയിൽ അമിതമായ വിടവ് ഉണ്ടായിട്ടുണ്ട്. ഈ വിടവ് കുട്ടികൾക്ക് അപകടകരമാണ്. പാലത്തിന്റെ ഒരു വശത്തേക്ക് പോയാൽ വിടവിലൂടെ കുട്ടികൾ താഴേക്ക് വീഴാൻ സാധ്യതയേറെയാണ്. ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ ഉടൻ സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പിസ്തയുടെ തൊലി തൊണ്ടയിൽ കുടുങ്ങി 2 വയസ്സുകാരൻ മരിച്ചത് നാടിൻ്റെ വേദനയായി. കുമ്പള ഭാസ്കര നഗറിലെ പ്രവാസിയായ അൻവർ മറൂഫ ദമ്പതികളുടെ മകൻ അനസാണ് മരിച്ചത്. പിസ്തയുടെ തൊലി തൊണ്ടയിൽ കുടുങ്ങിയതിനെ തുടർന്ന് വീട്ടുകാർ ഉടൻ തന്നെ ഒരു കഷണം കൈകൊണ്ട് പുറത്തെടുക്കുകയും തുടർന്ന് കുട്ടിയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. പരിശോധന നടത്തിയെങ്കിലും തൊണ്ടയിൽ പിസ്തയുടെ തൊലിയുടെ അവശിഷ്ടങ്ങൾ ഡോക്ടർമാർക്ക് കണ്ടെത്തുവാനായിട്ടില്ലെന്നാണ് പറയുന്നത്. വീട്ടിലെത്തിയെങ്കിലും ഞായറാഴ്ച പുലർച്ചെ ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണം സംഭവിക്കുകയായിരുന്നു. അനസിൻ്റെ വേർപാട് കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയും ഒരുപോലെ വേദനയിലാഴ്ത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കൃഷിയെ സ്നേഹിക്കുന്നവരും ആരോഗ്യമാണ് സൗന്ദര്യമെന്ന് മനസ്സിലാക്കിയവരുമായവർ ശുദ്ധവായു ശ്വസിച്ച് പൂക്കളുടെ സൗന്ദര്യം ആസ്വദിച്ച് പിലിക്കോട് ഫാം കാർണിവലിലെ നാച്ചുറൽ വാക്കിങ്ങിനെത്തുന്നവരുടെ തിരക്ക് വർദ്ധിക്കുന്നു. കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികൾ ഫ്രഷ് ഫ്രം ഫാമായി നൽകുന്നതും പൊതുജനങ്ങൾക്ക് ഗുണകരമാകുകയാണ്. കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകൾ പങ്കുവയ്ക്കാനും വിനോദത്തിനുമായി പിലിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടന്നുവരുന്ന ഫാം കാർണിവലിൽ വിദേശത്തു നിന്നുള്ളവരുമുണ്ട്. വിജ്ഞാനം, വിപണനം, വിനോദം എന്നിവ കോർത്തിണക്കിയ നാച്ചർ വോക്കിലൂടെ വേറിട്ട അനുഭവമാണ് സമ്മാനിക്കുന്നത്. വ്യത്യസ്തമായ സെൽഫി പോയിന്റുകളാണ് ഒരുക്കിയിട്ടുള്ളത്. പറക്കും കഴുകൻ, മുതല, ഊഞ്ഞാൽ, ഏറുമാടം, കുതിരസവാരി എന്നിവ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആകർഷകമാണ്. ഇതോടൊപ്പം വിവിധ വിളകളുടെ വിത്ത്, നടീൽ വസ്തുക്കൾ, കൃഷിക്കായുള്ള ജൈവ ഉൽപാദന ഉപാധികൾ, തെങ്ങ്, നെല്ല്, കശുമാവ് എന്നിവയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഫാം കാർണിവലിൽ നിന്നും ലഭ്യമാകും.
കാർബൺ ന്യൂട്രൽ ഫാമിംഗ്, മില്ലറ്റുകൾ, പയർവർഗ്ഗങ്ങൾ, എണ്ണക്കുരു വിളകൾ തുടങ്ങിയവയെ പരിചയപ്പെടുത്തുന്നതും പ്രത്യേകതയാണ്. വാണിജ്യ സ്റ്റാളുകളും ഫുഡ് കോർട്ടുകളും ഫാം കാർണിവലിന്റെ ഭാഗമായുണ്ട്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മുസ്ലിം യൂത്ത് ലീഗ് മഞ്ചേശ്വരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന സംഗമം നടന്നു. കുഞ്ചത്തൂർ മോസ്കോ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി AK മഷ്റഫ് MLA ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സമൂഹം എന്ന പ്രമേയവുമായി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്ത് തലങ്ങളിലും യുവജന സംഗമം നടത്തിവരികയാണ്. മഞ്ചേശ്വരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള യുവജന സംഗമം കുഞ്ചത്തൂർ മോസ്കോ ഹാളിൽ നടന്നു. പരിപാടി മഞ്ചേശ്വരം MLA AK മഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മണ്ഡലത്തിൽ ഇന്നൽപ്പം വരുമ്പോൾ വൈകിട്ട് CPM-ന്റെ ഒരുപാട് ആളുകൾ ആ പാർട്ടി വിട്ട് പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായത്തിലെ CPM-ന്റെയും DYFI-യുടെയും ഒരു വലിയ ലീഡേഴ്സ് ആ പാർട്ടി വിട്ട് നമ്മുടെ കൂടാരത്തിലേക്ക് വരുന്ന വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ച CPM-ന്റെ കൃത്യമായ ന്യൂനപക്ഷ വിരുദ്ധത ഈ രാജ്യത്തെ ജനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. വലിയ ഒരു പുതിയ ദീക്ഷബദ്ധ ചെറുപ്പക്കാർ സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ മഞ്ചേശ്വരം പഞ്ചായത്ത് ലീഡർഷിപ്പ് കഠിനമായ ആക്രമണം നടത്തി നിങ്ങളൊക്കെ നേരിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വിളിച്ചു വരുത്തി ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഹനീഫ് കുച്ചിക്കാട് അധ്യക്ഷത വഹിച്ചു. MSF സംസ്ഥാന സെക്രട്ടറി റഷാദ് M ആമുഖ പ്രസംഗം നടത്തി. സൈഫുല്ലാ തങ്ങൾ, മുക്താർ A, അസീസ് ഹാജി, അഷ്റഫ് മഞ്ചേശ്വരം, ഖലീൽ, റിയാസ് മൗലാന റോഡ്, നാസർ ഇട്ടിയ, മുസ്തഫ ഉദ്യാവർ എന്നിവർ സംസാരിച്ചു. അബ്ദുസ്സമദ് അരിമല സ്വാഗതവും മുബാറക് ഗുഡ്ഡഗേരി നന്ദിയും പറഞ്ഞു. അബ്ദുൽ-റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഏത്തടുക്ക ശ്രീ സദാശിവ ക്ഷേത്രത്തിൽ 11 മുതൽ 16 വരെ നടക്കുന്ന അഷ്ടബന്ധ ബ്രഹ്മ കലശോത്സവത്തിൻ്റെ ഭാഗമായുള്ള ശിവപഞ്ചാക്ഷരി ലേഖന യജ്ഞം തുളു ലിപി ഉപയോഗിച്ച് നടത്തും. ജയ് തുളുനാട് കാസർഗോഡ് അംഗങ്ങൾ ക്ഷേത്രത്തിലെത്തി ഇതിനായുള്ള പരിശീലനം നൽകി തുടങ്ങി. ക്ഷേത്രഭാരവാഹികളുടെ ക്ഷണപ്രകാരമാണ് ശിവപഞ്ചാക്ഷരി ലേഖന യജ്ഞം തുളു ലിപി ഉപയോഗിച്ച് നടത്തുന്നതിനായുള്ള പരിശീലനം നൽകുന്നതിനായി ജയ് തുളുനാട് കാസർഗോഡിന്റെ അംഗങ്ങൾ എത്തിയത്. പരിശീലന ക്ലാസിന്റെ ഉദ്ഘാടന പരിപാടിയിൽ ബ്രഹ്മകലശോത്സവ കമ്മിറ്റി ചെയർമാനും ക്ഷേത്ര ട്രസ്റ്റിയുമായ വൈശ്യാംഭട്ട് അധ്യക്ഷത വഹിച്ചു. യക്ഷഗാന അക്കാദമി അവാർഡ് ജേതാവ് മദങ്കല്ല് ആനന്ദഭട്ട് മുഖ്യാതിഥിയായിരുന്നു. ജയ് തുളുനാട് സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റും തുളുലിപി അധ്യാപികയുമായ വിനോദ പ്രസാദ് റായ് തുളുലിപിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകി. ಓಂ ನಮಃ ಶಿವಾಯ. ಯಾವ ಭಾಷೆಯಲ್ಲಿ ಬಂದು ಓಂ ನಮಃ ಶಿವಾಯ ಅಂತ ಹೇಳುವಂಥದ್ದು ದೇವರಿಗೆ ತಲುಪ್ತದೆ. ನಮ್ಮ ಒಲವಿನ ಭಾಷೆಯಲ್ಲಿ ನಾವು ಬರೆಯೋಣ. ಈಗಾಗಲೇ ಶಿವಾರ್ಪಣಂ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ജയ് തുളുനാട് സെക്രട്ടറി ഹരികാന്ത് കാസർഗോഡ് സംസാരിച്ചു. തുടർന്ന് തുളുലിപിയിൽ ഓം നമഃശിവായ എഴുതി ശിവപഞ്ചാക്ഷരി ലേഖന യജ്ഞം തുളുവിൽ നടത്തുന്നതിനായുള്ള പരിശീലനം ആരംഭിച്ചു. ഡോക്ടർ കൃഷ്ണമൂർത്തി YV സ്വാഗതവും കുശാലാക്ഷി നന്ദിയും പറഞ്ഞു. ചന്ദ്രശേഖര ഭട്ട് ഏത്തടുക്ക ചടങ്ങ് നിയന്ത്രിച്ചു. വിജയരാജ് പുണിജിത്തായ, കാർത്തിക് ബദിയെടുക്ക, ഉത്തം നിർച്ചാൽ, ജഗന്നാഥ് കുളാൽ ബദിയെടുക്ക എന്നിവരുടെ സഹകരണവും ഉണ്ടായിരുന്നു. ക്ഷേത്ര നാമഫലകം തുളുലിപിയിലാക്കുന്നതിനായി ജയ് തുളുനാട് അംഗങ്ങൾ ചേർന്ന് ക്ഷേത്ര ഭാരവാഹികൾക്ക് നിവേദനം നൽകി. തുളുലിപി പഞ്ചാക്ഷരി ലേഖന യജ്ഞത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ജയ് തുളുനാട് എല്ലാവർക്കും തുളുലിപി ചാർട്ട് സൗജന്യമായി വിതരണം ചെയ്യുകയും ചെയ്തു. നാരമ്പാടി ഉമാമഹേശ്വര ക്ഷേത്രത്തിലെത്തിയും തുളുലിപിയിൽ നാമഫലകം സ്ഥാപിക്കാൻ ജയ് തുളുനാട് സംഘടനാ ഭാരവാഹികൾ നിവേദനം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 2.5 പതിറ്റാണ്ടായി കോൽക്കളി കലാരംഗത്ത് സജീവമായ പരിശീലകൻ KV പത്മനാഭൻ ഗുരുക്കൾക്ക് പിലിക്കോട് വയൽ PCKR അടിയോടി സ്മാരക കലാസമിതി ആൻഡ് ഗ്രന്ഥാലയം ഏർപ്പെടുത്തിയ ഈ വർഷത്തെ V കുഞ്ഞിരാമൻ വൈദ്യർ സ്മാരക നാടൻ കലാ പുരസ്കാരം സമർപ്പിക്കും. ജനുവരി 25-ന് വൈകുന്നേരം 6-ന് MV നികേഷ് കുമാർ പുരസ്കാരദാനം നിർവഹിക്കും. നാടൻ കലാപ്രവർത്തകരെ അംഗീകരിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കലാസമിതി ഏർപ്പെടുത്തിയതാണ് പുരസ്കാരം. പിലിക്കോട് കോതോളി സ്വദേശിയായ KV പത്മനാഭൻ ഗുരുക്കൾ കോൽക്കളി കലാരംഗത്ത് സജീവമാണ്. സമിതിയുടെ 4ാമത് പുരസ്കാരമാണ് പത്മനാഭൻ ഗുരുക്കളെ തേടിയെത്തിയത്. 10,000 രൂപയും പ്രശസ്തി പത്രവും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജനുവരി 25-ന് വൈകുന്നേരം 6-ന് MV നികേഷ് കുമാർ പുരസ്കാരദാനം നിർവഹിക്കും. കോൽക്കളി ഏറ്റവും പ്രഗത്ഭരായ ഒരുപാട് സംഘങ്ങളെ കോൽക്കളി പഠിപ്പിക്കുകയും അങ്ങനെ ഒരുപാട് ശിക്ഷ സമ്പത്തുണ്ട്. എന്നാൽ മറ്റ് അർഹിക്കപ്പെട്ട അംഗീകാരങ്ങളൊന്നും തേടിയെത്താത്ത
പിലിക്കോടിൻ്റെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട KV പത്മനാഭൻ ഉൾപ്പെടെയാണ് ഈ വർഷത്തെ അവാർഡ് കൊടുക്കാൻ വേണ്ടി നിർണ്ണയിച്ചിരിക്കുന്നത്. അവാർഡ് കമ്മിറ്റി എന്ന് പറയുന്നത് ഗംഗനായിക്ക്, അതുപോലെ പ്രകാശൻ ചന്ദേര, തുരുത്തി രാമചന്ദ്രൻ അടക്കമുള്ള നാലംഗ സമിതിയാണ്. ജൂറി ചെയർമാൻ ഉദയൻ കുണ്ടകുഴി, ഗംഗൻ IT, പ്രകാശൻ ചന്ദേര, KV രാഘവൻ, അഖിൽ ചന്ദ്രൻ, KV രാജേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. 3 പതിറ്റാണ്ട് മുൻപ് പിലിക്കോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ 10ാം തരത്തിൽ ഒരുമിച്ച് പഠിച്ചവരുടെ കുടുംബ സംഗമം നടത്തി. കാലിക്കടവ് ഫ്രണ്ട്സ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം നാടക സിനിമാ സംവിധായകൻ MT അന്നൂർ ഉദ്ഘാടനം ചെയ്തു. പിലിക്കോട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1995 SSLC കൂട്ടായ്മയായ ചങ്ങാത്തത്തിലെ പഠിതാക്കളാണ് കുടുംബാംഗങ്ങൾക്കൊപ്പം ഒത്തുചേർന്നത്. കുടുംബസംഗമത്തിൽ സ്കൂൾ കലോത്സവത്തിലെ ജില്ലാ ഉപജില്ലാ കലോത്സവ പ്രതിഭകളെയും LSS USS സ്കോളർഷിപ്പ് ജേതാക്കളെയും മറ്റ് പരീക്ഷകളിലെ ഉന്നത വിജയികളെയും അനുമോദിച്ചു. കാലിക്കടവ് ഫ്രണ്ട്സ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം നാടക സിനിമാ സംവിധായകൻ MT അന്നൂർ ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ കളിക്കാരനാണ് അതിലുണ്ടാവും, നാടകക്കാരനാണ് അതിലുണ്ടാവും, അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങളുണ്ടാവും. പക്ഷേ പഠിക്കുന്ന കാലത്ത് നമുക്കുണ്ടായിരുന്ന സൗഹൃദങ്ങൾ ഇതിനേക്കാൾ എല്ലാം മേലെയാണ് എന്നത് എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ആ ഗ്രൂപ്പിൻ്റെ ആളാണ്. ഞാനിവിടെ നിന്ന് ഇറങ്ങിയിട്ടേ വരുള്ളൂ എന്നൊക്കെ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ സമയത്തും നമ്മൾ സജീവമാകുന്നു എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. അഡ്വക്കേറ്റ് ശ്യാം പ്രസാദ് അധ്യക്ഷത വഹിച്ചു. അജയൻ ഈയക്കാട്, C മധു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. CPIM മാക്കി 1ാം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ചരിത്ര സ്മരണ സദസ്സ് സംഘടിപ്പിച്ചു. ഒളിമങ്ങാത്ത ഓർമ്മകളും വിജ്ഞാനവും പുതിയ തലമുറയ്ക്ക് ചരിത്ര സ്മരണ സദസ്സ് പകർന്നു നൽകി. AV സഞ്ജയൻ ഉദ്ഘാടനം ചെയ്തു. CPIM രാവണീശ്വരം ലോക്കൽ കമ്മിറ്റിയുടെ കീഴിൽ വിവിധ ബ്രാഞ്ചുകളിൽ CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടിയായി ചരിത്ര സ്മരണ സദസ്സുകൾ നടന്നുവരികയാണ്. ആദ്യകാല കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ നേതാക്കളും പ്രവർത്തകരും നടത്തിയ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾ ഇന്നും ഒളിമങ്ങാതെ പുതിയ തലമുറയുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുവാൻ ഇത്തരം സദസ്സുകളിലൂടെ സാധ്യമാകുന്നു. CPIM മാക്കി 1ാം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചരിത്ര സ്മരണ സദസ്സ് AV സഞ്ജയൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ TC ദാമോദരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു. CPIM രാവണീശ്വരം ലോക്കൽ കമ്മിറ്റി അംഗം K ശശി സംസാരിച്ചു. നിരവധി പേർ ചരിത്ര സ്മരണ സദസ്സിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നെല്ലിക്കുന്നിലെ കാസർഗോഡ് GVHSS ഫോർ ഗേൾസിലെ 1 വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷത്തിന് പരിസമാപ്തി. 3 ദിവസങ്ങളിലായി നടന്ന വൈവിധ്യമാർന്ന പരിപാടികൾ ഗുരുനാഥന്മാർക്കും ശിഷ്യന്മാർക്കും മറക്കാനാവാത്ത നിറമുള്ള അനുഭവങ്ങളായി മാറി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്തായിരുന്നു കാസർഗോഡ് GVHSS ഫോർ ഗേൾസിലെ സുവർണ ജൂബിലി ആഘോഷത്തിന് തുടക്കമായത്. വിവിധ എക്സിബിഷനുകൾ, വിളംബര ഘോഷയാത്ര, മെഹന്തി മത്സരങ്ങൾ, വൃദ്ധസദനങ്ങൾ സന്ദർശിച്ച് അന്തേവാസികൾക്ക് വിദ്യാർത്ഥിനികൾ സ്നേഹ സമ്മാനങ്ങൾ നൽകി. ഒപ്പന, തിരുവാതിര, കോൽക്കളി, സിനിമാറ്റിക് ഡാൻസ്, മാജിക് ഷോ, കരോക്കെ എന്നീ വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് ആഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറിയത്. 1 വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷത്തിലെ വൈവിധ്യമാർന്ന പരിപാടികൾ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മറക്കാനാവാത്ത നിറമുള്ള അനുഭവമായി മാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ധനുമാസത്തിലെ തിരുവാതിര നാളിനെ വരവേറ്റ് മെഗാ തിരുവാതിര. നീലേശ്വരം പള്ളിക്കര കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന്റെ വരവറിയിച്ചായിരുന്നു 700-ലധികം പേർ പങ്കെടുത്ത തിരുവാതിര കളി നടന്നത്. പള്ളിക്കര കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന്റെ വരവറിയിച്ചാണ് ഈ മെഗാ തിരുവാതിര. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 6 മുതൽ 70 വയസ്സുവരെയുള്ള 700ഓളം കലാകാരികളാണ് നിരഞ്ജനി ജയരാജ്, നീന ജയകൃഷ്ണൻ, കാർത്തിക ചന്ദ്രൻ എന്നിവരുടെ പാട്ടിനൊപ്പം ചുവടുവച്ചത്. രാജഗോപാലൻ മാവുങ്കാൽ പുല്ലാങ്കുഴലും നീലേശ്വരം സന്തോഷ് മാരാർ ഇടക്കയും വായിച്ചു. Shiva
കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ 22 ഇടങ്ങളിൽ കഴിഞ്ഞ 3 മാസക്കാലം പരിശീലനത്തിലായിരുന്നു അങ്കനമാർ. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് ജയശ്രീ ജയരാജ്, മായ കൈലാസ് നാഥുമാണ് അങ്കനമാരെ പരിശീലിപ്പിച്ചത്. 700ഓളം കുട്ടികൾ പല ഭാഗത്തു നിന്ന്, നീലേശ്വരത്തിൻ്റെ പല ഭാഗത്തു നിന്നാണ് ഇവിടെ തിരുവാതിരയ്ക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത്. അത് പല സ്ഥലത്ത് പോയിട്ടാണ് ഞാൻ ജയശ്രീ ടീച്ചറും പഠിപ്പിച്ചിട്ടുള്ളത്. 19ഓളം സ്ഥലങ്ങൾ. അവർക്കൊരു ഒക്ടോബർ മുതൽ തുടങ്ങിയ സ്ഥിരമായിട്ടുള്ള പ്രാക്ടീസിന്റെ ഫലമാണ്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S പ്രീത, നീലേശ്വരം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ V ഗൗരി, P ഭാർഗവി, KP ഉഷ എന്നിവർ ചേർന്നാണ് തിരുവാതിര കളിക്ക് ദീപം കൊളുത്തിയത്. സംഘാടക സമിതി മുഖ്യരക്ഷാധികാരി മണികണ്ഠൻ മേളത്ത്, ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ, മുൻ MP P കരുണാകരൻ തുടങ്ങി നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. ധനുമാസത്തിലെ തിരുവാതിര ജനുവരി 13-നാണ്. ആ തിരുവാതിരയെ വരവേറ്റുകൊണ്ട് മെഗാ തിരുവാതിര ഇന്ന് നടക്കുന്നു. അമ്മ ദൈവ സങ്കല്പത്തിൽ അധിഷ്ഠിതമാണ് പെരുങ്കളിയാട്ടങ്ങൾ. അതുകൊണ്ട് തന്നെ വനിതകൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു ചടങ്ങ് എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇന്ന് 700ഓളം വനിതാ കലാകാരികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ മെഗാ തിരുവാതിര ഇവിടെ അരങ്ങേറുന്നത്. മാർച്ച് 4 മുതൽ 9 വരെ തീയതികളിൽ ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവം നടക്കും. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. വിനോദിനി നാലപ്പാടം സ്മാരക അവാർഡ് വിതരണവും ആദരിക്കൽ ചടങ്ങും നടന്നു. വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P സതീദേവി അവാർഡ് ഏറ്റുവാങ്ങി. തുളുനാട് മാസികയും CPIM നാലപ്പാടം ബ്രാഞ്ച് കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച വിനോദിനി നാലപ്പാടം സ്മാരക അവാർഡ് വിതരണവും ആദരിക്കൽ ചടങ്ങും കുശവൻകുന്ന് റോട്ടറി ഹാളിൽ നടന്നു. മുൻ MP P കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ മീറ്റിംഗും വൈകുന്നേരമാണ്. അപ്പം നമ്മുടെ ആളുകൾ പറഞ്ഞില്ല, ഇവിടെ രാവിലെ ആയാലും വൈകുന്നേരമായാലും എല്ലാ മീറ്റിംഗ് നടക്കും. അപ്പോൾ രാവിലെ 9 തന്നെ വന്ന സമയത്ത് ആളുകൾ കുറവായതുകൊണ്ട് നടക്കുമെന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇതുപോലുള്ള പരിപാടികളിൽ കൃത്യസമയത്ത് തന്നെ അതുപോലെ തന്നെ അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളവരാണ് നമ്മൾ കാണുന്നത്. ഈ 25 വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ നാട്ടിലെ നല്ലവരായ ആളുകളുടെ സഹായവും സഹകരണവും തുളുനാട് മാസികയ്ക്ക് ലഭിച്ചിട്ട് നമുക്ക് പറയാൻ കഴിയും. എനിക്കറിയാം, 10-15 വർഷം ഒരു വലിയ പത്രത്തിൻ്റെ ചുമതലയിൽ പ്രവർത്തിച്ച സമയത്തും ഓരോ ദിവസവും ഒരു പത്രം നടത്തുമ്പോൾ അല്ലെങ്കിൽ മാസിക നടത്തുമ്പോൾ നമ്മൾ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളും കാര്യങ്ങളും. ഇത്തവണത്തെ വിനോദിനി നാലപ്പാടം സ്മാരക അവാർഡ് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P സതീദേവി ഏറ്റുവാങ്ങി. അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ അധ്യക്ഷനായി. VV പ്രഭാകരൻ ആമുഖ ഭാഷണം നടത്തി. MV രാഘവൻ വിനോദിനി നാലപ്പാടം അനുസ്മരണം നടത്തി. കാരിച്ചിയമ്മ, KV ജാനു എന്നിവരെ വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P സതീദേവി പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ഉപഹാര സമർപ്പണവും നടത്തി. മുഖ്യ അതിഥിയായി പങ്കെടുത്ത KCCPL MD ആനക്കൈ ബാലകൃഷ്ണനെ P കരുണാകരൻ അനുമോദിച്ചു. VV രമേശൻ, അഡ്വക്കേറ്റ് K രാജ്മോഹനൻ, PK നിഷാന്ത്, ദേവി രവീന്ദ്രൻ, TK നാരായണൻ, KM സുധാകരൻ, K വിശ്വനാഥൻ, K മീന, നാലപ്പാടം കുമാരൻ, സുരേഷ് കുമാർ നീലേശ്വരം എന്നിവർ സംസാരിച്ചു. K മോഹനൻ സ്വാഗതവും SAS നമ്പൂതിരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഗുഡ്സ് വർക്കേഴ്സ് യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം നടന്നു. സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. ചരക്ക് ഗതാഗത മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക, ഖനന മേഖലയിലെ അപാകതകൾ പരിഹരിച്ച് തൊഴിലും കൂലിയും ഉറപ്പുവരുത്തുക, വഴിയിൽ തടഞ്ഞു നിർത്തി അമിതമായ പിഴ ഈടാക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഗുഡ്സ് വർക്കേഴ്സ് യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുമായി സർക്കാർ ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ നടപ്പിലാക്കുക, ഒക്ടോബർ 1 ചരക്ക് ഗതാഗത മേഖലയിലെ വിഷയങ്ങൾ സംബന്ധിച്ച് കേരള തൊഴിൽ വകുപ്പ് മന്ത്രി മുൻകൈയെടുത്തുണ്ടാക്കിയ തീരുമാനങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട വകുപ്പ് തല ഉദ്യോഗസ്ഥർ തയ്യാറാകുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന് നിർദ്ദേശം
ഈ സംഘടന പുതിയതായി പ്രവർത്തിക്കപ്പെട്ടു. ഏരിയ പ്രസിഡന്റ് കാറ്റാടി കുമാരൻ അധ്യക്ഷത വഹിച്ചു. CITU കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി KV രാഘവൻ തിരിച്ചറിയൽ കാർഡ് വിതരണം നടത്തി. ജില്ലാ സെക്രട്ടറി വേങ്ങാട്ട് ശശി ഉപഹാര വിതരണം നടത്തി. അംഗങ്ങളുടെ മക്കളിൽ നിന്നും SSLC, +2, LSS, USS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളും കലാകായിക മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളുമാണ് അനുമോദനം ഏറ്റുവാങ്ങിയത്. ഏരിയ സെക്രട്ടറി P. ബാബു വെള്ളിക്കോത്ത് സ്വാഗതവും രാമകൃഷ്ണൻ അടമ്പിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് മംഗളൂരു ദേശീയപാതയിൽ കുമ്പള ശിറിയാമുട്ടത്ത് കാറുകൾ കൂട്ടിയിടിച്ച് സ്ത്രീ മരിച്ചു, 4 പേർക്ക് പരിക്ക്. കാസർഗോഡ് ആദൂർ മഞ്ചക്കലിൽ കാറിൽ കടത്തുകയായിരുന്ന 100 ഗ്രാം MDMA-യുമായി 2 സ്ത്രീകൾ ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. പിടികൂടിയത് 6 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന്. വ്യാപാരി വ്യവസായി സമിതിയുടെ വ്യാപാര സംരക്ഷണ സന്ദേശജാഥ കാസർഗോട്ട് നിന്നും തുടങ്ങി. സംസ്ഥാന പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. ബദിയടുക്കയിൽ കഞ്ചാവ് വിൽപ്പന നടത്തുകയായിരുന്ന 2 യുവാക്കൾ അറസ്റ്റിൽ. പോലീസ് പെട്രോളിംഗിനിടെയാണ് യുവാക്കൾ പിടിയിലായത്. മഞ്ചേശ്വരം തുമിനാട്ടിൽ മേൽപ്പാലം നിർമ്മിച്ചിട്ടും യാത്രക്കാർ പഴയ വഴിയിലൂടെ റോഡ് മുറിച്ചു കടക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. നടപടി വേണമെന്ന ആവശ്യം ശക്തം. KV പത്മനാഭൻ ഗുരുക്കൾക്ക് V. കുഞ്ഞിരാമൻ വൈദ്യർ സ്മാരക നാടൻ കലാ പുരസ്കാരം 25-ന് സമർപ്പിക്കും. MV നികേഷ് കുമാർ പുരസ്കാരദാനം നടത്തും. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.